മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും വീണ്ടും ഒരു നീണ്ട ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പലപ്പോഴും പഴയതുപോലെ അങ്ങോട്ട് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല വീഡിയോ വരുന്നതിൻ്റെ കേസിൽ. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് നോമ്പായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് സ്കൂൾ സീസണൊക്കെ തുടങ്ങി, ബിസിനസ്സിൻ്റെയൊക്കെ തിരക്കിലാണ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ സ്വല്പം ലേറ്റ് ആകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ചും കൂടെ ലൈവായിട്ടുണ്ട്. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 1 മിനിറ്റ് വീഡിയോ ചെയ്താൽ മതി. കുറച്ചും കൂടെ ഈസിയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ്. ഡെയിലി വീഡിയോസും കാര്യങ്ങളുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീരീസിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രോസിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഫ്രെയിം ഹൈബ്രിഡാണ്. ഒരു പക്ഷേ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള റൈഡേഴ്സിനാണെങ്കിലും ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല മോഡലാണ് ക്രോസിൻ്റെ ഈ ഒരു വൈപ്പർ. അപ്പോൾ ഈ ഒരു വൈപ്പർ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ നിങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. അതായത് ഈ ഇരിക്കുന്ന മറ്റൊരു വൈപ്പറാണ്. ഓൾമോസ്റ്റ് എത്ര വർഷമായിക്കാണ് നമ്മളിത് ഉപയോഗിച്ചിട്ട്? ഞാനിപ്പോൾ ഒരു 2 വർഷം. 2 വർഷം അല്ലേ? അപ്പോൾ 2 വർഷമായിട്ട് ഓൾമോസ്റ്റ് 9000 കിലോമീറ്റേഴ്സ് പ്ലസ് ഇല്ലേ? അതെ, 9000 കിലോമീറ്റേഴ്സ് പ്ലസ് ഈ ഒരു വൈപ്പറിനകത്ത് റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാം. കാര്യം ഒരു യൂസർ റിവ്യൂ കൂടി ഉണ്ട്. ഇതിൻ്റെ സ്പെക്ക് മാത്രം പറഞ്ഞ് നിർത്തുകയല്ല, ഒരു യൂസർ റിവ്യൂ കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സ്ട്രാവൽ ഫുള്ള് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അത്രയും തന്നെ സ്ട്രാവൽ ഉണ്ടല്ലേ? 9600 കിലോമീറ്റർ. പിന്നെ സ്ട്രാവൽ ഇല്ലാതെ റൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ലോങ്സ്റ്റ് റൈഡ് എത്ര നമ്മൾ ഇത് 300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ ഒരു ക്രോസിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ശരിക്കും സ്റ്റീൽ ഫ്രെയിം ആണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16,000 ആണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇൻ്റർനാഷണൽ ബ്രാൻഡ് പറയുന്ന പോലെ ഒരു ഫിക്സഡ് ആയിട്ട് പ്രൈസ് പറയാൻ പറ്റില്ല. കാര്യം ചെറിയ രീതിയിൽ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്നൊക്കെ ഇരിക്കും. ഒരു ബേസ് മോഡൽ സൈക്കിൾ ആ ഒരു 16,000 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കാണുന്ന വണ്ടികൾ കാണുന്ന പോലെ തന്നെ എക്സ്റ്റേണൽ കേബിൾ റൂട്ടിങ്ങും അതുപോലെ തന്നെ ആ ഒരു ലെവലിലുള്ള സ്റ്റീൽ ഫ്രെയിമിന് കാണുന്ന ഫിനിഷിങ്ങോട് കൂടിയ ഒരു വണ്ടി തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സാണ്. ക്വാളിറ്റിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അല്ലാതെ ഭയങ്കര അടിപൊളി ഗ്രാഫിക്സ് ഒന്നും നമുക്ക് പറയാനില്ല ക്വാളിറ്റി ബേസിൽ. പിന്നീട് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിംസാണ്. നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് ഡബിൾ വാൾ അലോയ് റിംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ റാൽസിൻ്റെ ടയേഴ്സുമാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 700x35C ആണ് നമുക്കിതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഫോർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്കിതിൻ്റെ ഫോർക്കിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ, തോന്നിയിരുന്നില്ലേ? പക്ഷേ എന്തോ ഒരു ഇവിടെ കൊണ്ടൊരു കട്ടിങ്ങിൻ്റെ കേസിൽ മാത്രം നമുക്ക് ചെറിയൊരു ഡിസൈൻ്റെ ചെറിയൊരു തോന്നി. പക്ഷേ അതൊന്നും ഒരിക്കലും സൈക്കിളിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്ക് ബ്രേക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. എങ്ങനെയുണ്ട് ഡിസ്ക് ബ്രേക്ക്? ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, കൺവീനിയന്റ് ആണ്. ഇതുവരെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളോ ഞാൻ കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വേറെ എന്താ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കംപ്ലൈൻസ് ആയിട്ട് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ സൈക്കിൾ എടുത്തിട്ട്? ഞാൻ എടുത്ത ടൈമിൽ എൻ്റെ ഫ്രണ്ട് ഡിറൈലറിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ അന്ന് തന്നെ റീപ്ലേസ് ചെയ്തു. പിന്നെ അങ്ങനെ വേറെ കംപ്ലൈൻസ് ഒന്നും വന്നില്ല. അതാണ് നമ്മുടെ ഒരു വൈപ്പർ റൈഡർ കൂടി എത്തിയിട്ടുണ്ട്. വാ കടന്നു വാ, കമോൺ. ഞങ്ങൾ ഒരുമിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇവർ ഒരുമിച്ചാണ് കംപ്ലീറ്റ് റൈഡ് ചെയ്യുന്നത്. എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തതാണ് ഇപ്പം? 6,500 കിലോമീറ്റർ വൈപ്പർ റൈഡ് ചെയ്ത മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും നമ്മൾ അടുത്തൊരു അപ്ഗ്രേഡേഷനിലേക്ക് പോവാണ്. വൈപ്പർ ഉപേക്ഷിക്കുകയാണോ അതോ വൈപ്പർ നമ്മൾ മാറ്റി വെക്കുകയാണ്? പോളിഗൻ്റെ സ്റ്റാറ്റസ് S3യിലേക്കാണ് ഇവരുടെ അടുത്ത അപ്ഗ്രേഡേഷൻ വരുന്നത്. അപ്പം വരുന്ന ദിവസങ്ങൾ ഇതാണ് ചെറിയൊരു പരിക്കൊക്കെ പറ്റി കാലിനൊക്കെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറിയ ഉടൻ തന്നെ നമ്മൾ ഡെലിവറി എടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രോസിൻ്റെ തന്നെ ക്രാങ്കാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗിയർ എടുത്താൽ TZ ആണ് വരുന്നത്. റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഷിമാനോ ടേർണി TY300 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയിൻ്റെ കാര്യവും ഫ്രീ വീലിൻ്റെ കാര്യവും നമ്മൾ പറയേണ്ടതായിട്ടില്ല പ്രത്യേകിച്ച് എടുത്ത്. കാര്യം അതെല്ലാം നമുക്ക് അൺബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. പിന്നെ സീറ്റ് എങ്ങനെയുണ്ട്? സീറ്റ് സാഡിലിനെ കുറിച്ച് എന്താ? കുഴപ്പമില്ല, ഞാൻ പിന്നെ ഒരു സീറ്റ് കവറും കൂടെ ഇട്ട് പിന്നെ പാഡൽ ഷോർട്സ് യൂസ് ചെയ്യാറുണ്ടോ അല്ലേ? ലോങ് ഒക്കെ പോകുന്ന സമയത്ത് മാറ്റിയിട്ട് പാഡൽ ഷോർട്സ് ആക്കും. പാഡൽ ഷോർട്സും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു സൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫ്രണ്ടും ബാക്കും ക്വിക്ക് റിലീസ് അല്ല ഇതിൻ്റെ വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളൂ അല്ലേ? എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത് സീൽഡ് ബെയറിംഗ് തന്നെയാണ്. സോ ടോട്ടലി എനിക്കിപ്പോൾ ഈ സൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് പറയാനുള്ളത്? ഇത്രയും നാല് സൈക്കിൾ ഓടിയിട്ട് വൈപ്പറിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വൈപ്പർ ആ വിലയ്ക്ക് പറ്റിയ അടിപൊളി സൈക്കിളാണ്. ഇത്രയും നാളായിട്ട് എനിക്ക് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് 2 പഞ്ചർ കിട്ടിയതല്ലാതെ റീപ്ലേസ്മെൻറ്റ് പിന്നെ 5,000 ഓടിയപ്പോൾ ഉള്ള ചെയിനും ആ സാധനങ്ങളെല്ലാം മാറ്റിയല്ല വേറെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല.
നല്ല ഹൈ. ഗോവിന്ദനാണെങ്കിലോ? എനിക്കാണെങ്കിലും ഞാനിപ്പം സൈക്ലിംഗ് തുടങ്ങുന്ന ടൈമിൽ എനിക്ക് ഇത്ര പൈസ ഒരു 25K അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. തുടങ്ങുന്നതല്ലേ ഉള്ളൂ, നമുക്കൊരു മടി. ഇതിനിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കുമോ? അപ്പോൾ നമ്മൾ വീട്ടിൽ പറയും. അന്ന് തന്നെ ഞാൻ എടുത്തപ്പോൾ ഏകദേശം ഒരു 13,000 രൂപ ആ റേഞ്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇപ്പം മനസ്സായല്ല, മൈൻഡാണ് സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഇത്. അങ്ങനെ എടുത്തു. അല്ലാതെ എനിക്ക് സൈക്കിളോട്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒരു പ്രീമിയം സൈക്കിൾ എടുത്താൽ ഇത്രയും തന്നെയല്ലേ റൈഡ് ചെയ്യത്തുള്ളായിരുന്നില്ലേ? ഇത്ര തന്നെ റൈഡ് ചെയ്യത്തുള്ളായിരിക്കും. ചിലപ്പോൾ ഇത്രയും റൈഡ് ചെയ്യണമെന്ന് ഉറപ്പില്ല. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് സൈക്കിൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്, കൂടിയ സൈക്കിൾ അല്ലെങ്കിൽ ലോങ് റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്ര റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഗോവിന്ദിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്രോക്സിമേറ്റ് 5,000 കിലോമീറ്റർ വെച്ച് കഴിഞ്ഞ 2 വർഷം റൈഡ് ചെയ്തു. പിന്നെ ഈ ഒരു ബൈക്ക് വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ എത്രയാണ് ചെയ്തിരിക്കുന്നത്, 300 കിലോമീറ്റർ പ്ലസ്. രണ്ടുപേരും ചെയ്താന്ന് തോന്നുന്നില്ലേ? രണ്ടുപേരും ഒരുമിച്ചാണ് 300+ കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്ത്. സോ ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളൂ, ഇവരുടെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് കറക്റ്റ് സൈസാണ്. അപ്പോൾ സൈസ് നോക്കണം. നിങ്ങൾ എല്ലാവരുടെയും ഹൈറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ സൈക്കിൾ ചൂസ് ചെയ്യാൻ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡ് ഓവർ ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം സൈക്കിൾ ചൂസ് ചെയ്യുക, അല്ലേ? അതായിരിക്കും നല്ലത്. കാര്യം സൈക്കിൾ വിലക്കുറവാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത്രയും കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയി സൈക്കിൾ മേടിക്കാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, പലപ്പോഴും ക്രോസ് പോലുള്ള ബ്രാൻഡുകൾ വിൽക്കുന്ന ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന പോലെ നമ്മുടെ ഹൈറ്റും അല്ലെങ്കിൽ സ്റ്റാൻഡ് ഓവർ ഹൈറ്റോ അല്ലെങ്കിൽ ഒരു റൈഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ സാധ്യത കാണില്ല. കാര്യം അവരൊക്കെ വളരെ തിരക്കുള്ള ഡീലേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഈ മാസ് സെഗ്മെൻറ്റ് നോക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലെ തിരക്ക് കുറഞ്ഞ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് എടുക്കുക, അവരുടെ സ്റ്റാൻഡ് ഓവർ ഹൈറ്റ് നോക്കുക, അവരെ റൈഡ് ചെയ്യിച്ച് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സമയം വേണം. അപ്പോൾ അവർക്കൊന്നും സമയമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ സൈക്കിൾ നോക്കുന്ന സമയത്ത് നോക്കിയെടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു സൈക്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു യൂസർ റിവ്യൂവിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. ഈ ഒരു സൈക്കിൾ ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ടയറൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, ടയർ മാറിയിട്ടില്ല. 9,000 കിലോമീറ്റർ ഓടിയെങ്കിലും ഇതിൻ്റെ ടയർ ഇതുവരെ മാറിയിട്ടില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അതിശയമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഓരോരുത്തരുടെ റൈഡിങ് ഹാബിറ്റിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ ഒരു ടയർ 9,000 കിലോമീറ്റർ ആയി മാറിയിട്ടില്ല. എത്ര പഞ്ചർ കിട്ടി? എനിക്കൊരു 2-3 പഞ്ചർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലർ ചിലപ്പോൾ 4,000 കിലോമീറ്റർ ആകുമ്പോൾ ടയർ മാറിയെന്നിരിക്കും. ചെയിനും ഫ്രീ വീലും നമ്മൾ മാറിയിട്ടുണ്ട്. ചെയിനും ഫ്രീ വീലും മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമുക്ക് ഇതിൻ്റെ അകത്ത് അലോയ് പെഡൽസ് ആണ്. ഈ ഒരു 16,000 റേഞ്ചിലുള്ള വണ്ടിക്കകത്ത് നമുക്ക് അലോയ് പെഡൽസ് ആണ് വരുന്നത്. പെഡലൊന്നും മാറേണ്ടിയൊന്നും വന്നിട്ടില്ല. ഒന്നും വന്നില്ല കേട്ടോ. ഇവർ മേടിക്കുന്ന സമയത്ത് 13,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 13,000 രൂപ കൂടെ കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രൈസ് വേരിയേഷനൊക്കെ ഉണ്ടായെന്നിരിക്കാം. വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു ക്രോസിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്.